പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മെഡിക്കൽ MBBS BDS മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ലാസ്റ്റ് ഡേറ്റ് 9/3/2024 ഈ കാണുന്നതാണ് വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ ഡേറ്റ് 5/5/2024. രാജ്യത്താകെയുള്ള MBBS BDS സീറ്റുകൾക്ക് പുറമെ വിവിധ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ 12ഓളം കോളേജുകളിൽ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ ജിപ്മർ പോണ്ടിച്ചേരി BSc നഴ്സിംഗ്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ, ഇതിലേക്കെല്ലാം ഇതുവഴിയാണ് അഡ്മിഷൻ ലഭിക്കുക. ഇതൊരു ഇൻട്രോ വീഡിയോ മാത്രമാണ്. കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോകൾ ചാനൽ വഴി അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ് എന്നിവ നോക്കാം. ഒന്നാമതായി വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം. ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും വേണം. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് വീതിയും അതുപോലെ 6 ഇഞ്ച് ഉയരവും ഉള്ളതായിരിക്കണം. കൂടാതെ അവകൾ അപ്ലോഡ് ചെയ്യേണ്ടത് JPEG ഫയൽ ഫോർമാറ്റിലായിരിക്കണം. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, 10 KB-ക്കും 200 KB-ക്കും ഇടയിലുള്ള സൈസിലുള്ള ഫോട്ടോകളായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതായിരിക്കണം. വിദ്യാർത്ഥിയുടെ ചെവികൾ രണ്ടും കാണുന്ന വിധത്തിലായിരിക്കണം. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 1/1/2024 ശേഷം എടുത്ത ഫോട്ടോകൾ ആയിരിക്കണം. ഫോട്ടോ എടുത്ത ഡേറ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ പേരും ഫോട്ടോയുടെ താഴെ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഒരു ഫോട്ടോയുടെ തന്നെ പാസ്പോർട്ട് സൈസിലും അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസിലുമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതിയാകുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്നവർ അപ്ലോഡ് ചെയ്യേണ്ട മറ്റൊന്നാണ് വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചർ. ഒരു വൈറ്റ് പേപ്പറിൽ പേന കൊണ്ട് സൈൻ ചെയ്ത് അത് ഫോട്ടോ എടുത്താൽ മതിയാകുന്നതാണ്, അല്ലെങ്കിൽ സ്കാൻ ചെയ്താൽ മതിയാകുന്നതാണ്. അത് 10 KB-ക്കും 30 KB-ക്കും ഇടയിലുള്ളത് ആയിരിക്കണം. ഇതും അപ്ലോഡ് ചെയ്യേണ്ടത് JPEG ഫയൽ ഫോർമാറ്റിൽ തന്നെയാണ്. ഇനി എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട, ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, വിദ്യാർത്ഥിയുടെ ഇടത് കൈ വിരലുകളുടെയും അതുപോലെ തന്നെ വലത് കൈ വിരലുകളുടെയും ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് ലഭിക്കാനായി ഇടത് കൈയിലെയും വലത് കൈയിലെയും തമ്പ് ഉൾപ്പെടെയുള്ള വിരലുകൾ ഒരു സ്റ്റാമ്പ് പാഡിൽ, ഇങ്ക് സ്റ്റാമ്പ് പാഡിൽ പതിപ്പിച്ച ശേഷം ഒരു വൈറ്റ് പേപ്പറിൽ പ്രസ് ചെയ്യുക. പിന്നീട് അത് ഫോട്ടോ എടുത്തോ സ്കാൻ ചെയ്തോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 10 KB-ക്കും 200 KB-ക്കും ഇടയിലുള്ള JPEG ഫയൽ ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വൈകല്യമുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ 40%-ലധികം വൈകല്യമുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ PWD സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മറ്റ് റിസർവേഷൻ, കമ്മ്യൂണിറ്റി റിസർവേഷനുകളൊന്നും ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ വരുന്നത് എന്നത് സെലക്ട് ചെയ്ത് നൽകിയാൽ മതിയാകുന്നതാണ്. പിന്നീട് അലോട്ട്മെൻറ്റ് സമയത്താണ് ആ ഡോക്യുമെൻസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇത് രണ്ടും താലൂക്ക് ഓഫീസിൽ നിന്ന്, അതായത് തഹസിൽദാറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം. വിദ്യാഭ്യാസ ആവശ്യത്തിന്, സെൻട്രൽ പർപ്പസിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് ലഭിച്ചതായിരിക്കണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് അക്ഷയ വഴിയും ലഭിക്കുന്നതായിരിക്കും. ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്ക് റിസർവേഷൻ ലഭിക്കാൻ EWS സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന EWS സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൈവശം കരുതേണ്ടത്. ഇനി അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID യൂസ് ചെയ്യുക. അതിലേക്കാണ് OTPയും മറ്റു കാര്യങ്ങളും വരിക. പിന്നെ അപ്ലിക്കേഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ള ഒന്ന്, നിങ്ങൾ വിദ്യാർത്ഥിയുടെ ഫോട്ടോ ID പ്രൂഫാണ്. അതിലേക്കായി സാധാരണ യൂസ് ചെയ്യാവുന്നത് നിങ്ങളുടെ ആധാർ കാർഡാണ്. ആധാർ നമ്പർ മതിയാകും. ഏത് ID പ്രൂഫാണ്, ഫോട്ടോ ID പ്രൂഫാണ് നിങ്ങൾ കാണിക്കുന്നത്, അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ എക്സാം സമയത്ത് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫീ ഡീറ്റെയിൽസ് എത്ര എന്നുള്ള കാര്യം നോക്കാം. ഒരു റിസർവേഷനും ഇല്ലാത്തവരെ ജനറൽ വിഭാഗക്കാരായിട്ടാണ് പരിഗണിക്കുക. അവർക്ക് 1700 രൂപയാണ് ഫീസ് വരിക. ഇനി റിസർവേഷനുള്ള ജനറൽ വിഭാഗത്തിലെ EWS, OBCയിലെ NCL വിഭാഗം ഇവർക്ക് 1600 രൂപ വരുന്നതാണ്. SC/ST അതുപോലെ വികലാംഗ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുമാണ് വരിക. ഈ വർഷത്തെ മെഡിക്കൽ അഡ്മിഷൻ, നഴ്സിംഗ്, മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചെറിയ വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നവർക്കും നന്ദി, നമസ്കാരം.